നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഒരു ബൗളിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ വെച്ചേക്കണം. കുറഞ്ഞത് 1/2 മണിക്കൂർ. ഒരു സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇതിലോട്ട് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കണം. അതുപോലെ 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് കുറച്ചൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് എണ്ണ ഒഴിച്ചത് ഈ ഉള്ളി വഴറ്റാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കണ്ട. ഇതിപ്പോൾ ഉള്ളിയെല്ലാം കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. ഞാനൊരു 3-4 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുത്തായിരുന്നു. ഇതിലോട്ട് 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കണം. ഈ തക്കാളി എടുക്കുമ്പോൾ നല്ലതായിട്ട് പഴുത്ത് ഇതുപോലെ നല്ല നിറമുള്ളത് എടുക്കാൻ നോക്കണം. കാരണം ഇതിന് നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ബട്ടർ ചിക്കന് ഇതുപോലെ തക്കാളി നല്ല പഴുത്ത് നിറമുള്ളതാണെങ്കിൽ കുറച്ച് കളർ കിട്ടും. ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ ഞാൻ 12 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കണം. അത് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് പൊളന്നിട്ട് കൊടുക്കുക. ഇതൊന്ന് ശകലം വഴന്നാൽ മതി. കാരണം ഇത് നമ്മൾ ഇനി ഒന്ന് വേവിച്ചിട്ട് അരക്കണം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത്ര മതി. ഇനി തീ ഒന്ന് കുറയ്ക്കണം. ഇതിലോട്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിരിയമുളക് പൊടി മതി, അത് തന്നെയാണ് കാശ്മീരി, നല്ല നിറമുള്ള പൊടി. 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 ടീസ്പൂൺ ഗരം മസാല. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇതിനി തിളച്ചിട്ട് കുറച്ചൊന്ന് കുറുകി വരട്ടെ. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ വെള്ളമെല്ലാം കുറച്ച് വറ്റി ഇതെല്ലാം കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമേ ഉള്ളൂ ഇതിൽ. ഈ പരുവത്തിരിക്കണം. ഇനി ഇതൊന്ന് ആറാൻ വെക്കണം. ആറ് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ ആറുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പീസ് ചിക്കനും ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ നിങ്ങൾ ഒരുപാടങ്ങ് വലുതായിട്ട് കട്ട് ചെയ്യേണ്ട. കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് ക്യൂബ്സ് ആയിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ കട്ട് ചെയ്താൽ മതി. അതിട്ട് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ചൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാടങ്ങ് ക്രിസ്പി ആവണ്ട. ഒരു 3/4 ഭാഗത്തോളം ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. ബാക്കി നമുക്ക് ആ ഗ്രേവിയിലിട്ട് വേവിക്കാനുള്ളത്. ഇപ്പോൾ ഒരു സൈഡ് കുറച്ചൊന്നായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഇപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 10-12 മിനിറ്റോളം ഇങ്ങനെ ഫ്രൈ ചെയ്തായിരുന്നു, 2 സൈഡും കൂടെ ചേർത്ത്. അത്രയും മതി. ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. അതുപോലെ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി ഇതിലോട്ട് നമ്മൾ ഈ മസാല എല്ലാം കൂടെ വഴറ്റിയില്ലേ, അത് അരച്ചത് ഇട്ട് കൊടുക്കണം. ഇത് അരയ്ക്കുമ്പോൾ നിങ്ങൾ നല്ലതായിട്ട് അരയ്ക്കണം. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 4 മിനിറ്റോളം ഇങ്ങനെ വഴറ്റി കൊടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ടു. നോക്കിയിട്ട് ഗ്രേവിക്കും എല്ലാത്തിനും കൂടെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്.
ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി. ഇതിങ്ങനെ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ ബട്ടർ. ഇതുപോലെ ശകലം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഞാൻ നോക്കിയിട്ട് പറയാം എത്രയാണ് ചേർത്ത് കൊടുത്തതെന്ന്. ശരിക്കും ഈ ബട്ടർ ചിക്കന് കുറച്ചൊരു മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ അടച്ചു വെക്കണം. ഒരു 5-6 മിനിറ്റും കൂടെ. ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ ഒരു 6 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഞാനൊരു 12 മിനിറ്റായി ഇത് വേവിക്കാനെടുത്തത്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണോടെ കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് 1 മിനിറ്റും കൂടെ ഒന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇരിക്കണം ഗ്രേവി. കുറച്ചൊന്ന് കുറുകിയ പരുവത്തിന്. ആറുമ്പോൾ ശകലം കൂടെ ഒന്ന് കുറുകും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് ഇതേപോലെ ഇരിക്കും. ഇതുപോലെ ഒന്ന് കുറുകിയ പരുവത്തിൽ. ഇത് നാനിൻ്റെ കൂട്ടത്തിലും ഭട്ടൂരയുടെ കൂട്ടത്തിലും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കണം. താങ്ക് യു.